KSRTCയുടെ 18ാമത് ഡ്രൈവിംഗ് സ്കൂൾ ഇനാഗുറേഷൻ്റെ കാര്യപരിപാടിയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹം ആദ്യമായി തന്നിരുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്ന ഒരു നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഡ്രൈവിംഗ് സംസ്കാരം കേരള ജനതയ്ക്ക് പര്യാപ്തമാക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിലും അതുപോലെ മൊത്തം ഗതാഗത സംവിധാനങ്ങളിലൂടെയും വളരെ കർശനമായ ഡ്രൈവിംഗ് പരിശീലനവും അതേപോലെ അങ്ങനെ ആ രീതിയിൽ ഡ്രൈവിംഗ് പരിജ്ഞാനമുള്ളവർക്ക് മാത്രം ലൈസൻസ് എന്നുള്ള ഒരു നിലപാടും എടുക്കുകയും അതിൻ്റെ ഫലമായി ഉണ്ടായ പല എതിർപ്പുകളെയും അതിജീവിക്കുകയും വളരെ വിജയകരമായി ഏറ്റവും മികച്ച ഒരു ഡ്രൈവർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ പൊതു സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുള്ള ലക്ഷ്യം പ്രാപ്തിയാക്കുകയും ചെയ്തു എന്നുള്ള കാര്യം വളരെ സന്തോഷകരമായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പോകാറില്ല. കാരണം ഒന്നാമത് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടത്തില്ല. അല്ലാത്ത ദിവസങ്ങളിൽ വെള്ളി, ശനി, ഞായറുകളിൽ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് മോനെ ഉദ്ഘാടനം ചെയ്യുന്ന പല പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, ചേട്ടൻ വരാതെ ഞാനിത് തുടങ്ങൂല എന്ന് അരുൺ ഒരേ നിർബന്ധം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഞാൻ വന്നത്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു സംവിധാനം വിഭാവനം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലൊരു അഭിമാനം. കാരണം എന്നെ അതിന് ഇടയാക്കിയത് ഇതെല്ലാം ഒരു ദൈവ നിയോഗമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മന്ത്രിയായി വന്നപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. എല്ലാ ലൈസൻസുകളും നിലവാരമുള്ള ഡ്രൈവിംഗ് ലൈസൻസുകൾ നിലവാരമുണ്ടാകണം എന്ന് തീരുമാനിച്ചു. നമ്മുടെ നാട്ടിൽ ഒരുപാട് റോഡ് അപകടങ്ങൾ രോഗം വന്ന് മരിക്കുന്നതുമായി താരതമ്യം ചെയ്താൽ അതിനെ കൂടുതൽ ആളുകൾ വണ്ടി ഇടിച്ച് മരിക്കുന്നു. അപ്പം ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ പല ആളുകൾക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നുള്ളത് തന്നെ. എങ്ങനെയാണ് ഒരു വാഹനം പ്രോപ്പറായിട്ട് കൊണ്ട് സ്കൂട്ടർ ഓടിച്ച് പോകുന്ന പല സഹോദരികളുണ്ട്. അവർ റോഡിൻ്റെ നടുക്കൂടിയാണ് പോകുന്നത്, വലത്തേറ്റം പിടിച്ചാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്കൂട്ടർ ഇടത്തേറ്റം പിടിച്ച് പോകേണ്ട സാധനമാണ്. ഒന്നുകിൽ നടുക്കൂടെ പോകും, അല്ലെങ്കിൽ വലത്തുവശൂടെ. ഇടത്തുവശൂടെ പോകുന്നവർ വളരെ കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ അത് ഒരു അറിവില്ലായ്മയാണ്, ഒരു പരിചയക്കുറവാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ പലരെയും കാണാറുണ്ട്, എനിക്ക് ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ കാണിച്ചു കൊണ്ടിരുന്ന ചില മര്യാദകളുടെ തുറന്നു പറയുന്നതുകൊണ്ടൊന്നുമല്ല, കാരണം തന്നെയാണ്.